നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പണ്ടൊക്കെ പിന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. സ്പോട്ടിൽ തന്നെ തിരിച്ചു കിട്ടും. മറ്റുള്ളവർ ഇല്ലാതെയാകണമെന്നും നശിച്ചു കാണണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം 2 ദിവസം മുമ്പ് വന്നൊരു വാർത്ത ഇപ്പോൾ ഇന്ത്യയിലാകെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഒരുപക്ഷെ നിങ്ങളും ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയായിരുന്നു അത്. അമേരിക്കൻ നാവികാക്രമണത്തിൽ ഒമാൻ ഉൾക്കടലിൽ വെച്ച് 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും വളരെയധികം ദുഃഖമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ആദിത്യ ശർമ്മ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നാവികനും ഉണ്ടായിരുന്നു. മരണപ്പെട്ട ഈ ആദിത്യ ശർമ്മയുടെ പിതാവ് ആരെന്നറിയാമോ? മറ്റുള്ളവരുടെ ചോര കണ്ട് സന്തോഷിച്ച ഗസയിലെ പാവം മനുഷ്യരെ മുഴുവൻ വംശഹത്യ ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി വിളിച്ചു പറഞ്ഞ രാജേഷ് ശർമ്മയുടെ മകനാണ് ഈ കൊല്ലപ്പെട്ട ആദിത്യ ശർമ്മ എന്ന് പറയുന്നത്. അതെ, ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും ആ ക്രൂരതകൾ ചെയ്യാൻ വേണ്ടി പണവും ആയുധവും നൽകി പിന്തുണയ്ക്കുന്ന അമേരിക്കയെയും അനുകൂലിച്ച് മുഴുവനും ഇല്ലാതെയാക്കണം, അവിടെ വംശഹത്യ നടത്തണമെന്ന് പറഞ്ഞ ആ രാജേഷ് ശർമ്മയ്ക്ക് അതേ അമേരിക്കയുടെ ആക്രമണത്താൽ തൻ്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടമായിരിക്കുന്നു. ഈ ആദിത്യ ശർമ്മയുടെ പിതാവ് രാജേഷ് ശർമ്മ മുസ്ലിം വിരുദ്ധരെ തലയ്ക്ക് പിടിച്ച് അന്ന് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ച പോസ്റ്റ് ഇതായിരുന്നു: ഐ തിങ്ക് ഇസ്രായേൽ ഷുഡ് നൗ എത്നിക്കലി ക്ലീൻഡ് ഹോൾ ഗാസ ആൻഡ് മേക്ക് ഇറ്റ് നോൺ മുസ്ലിം ടെറിട്ടറി. ദിസ് ഇസ് ഓൺലി സൊല്യൂഷൻ ടു മെയിൻറ്റെയിൻ പീസ് ദെയർ. കുഡോസ് ടു മൊസാദ് ആൻഡ് IDF. അതായത് ഇസ്രായേൽ ഗാസ മുഴുവൻ വംശീയമായി തുടച്ചു നീക്കി അതിനെ മുസ്ലിമീങ്ങളല്ലാത്ത പ്രദേശമാക്കണം. അതാണ് അവിടെ സമാധാനം നിലനിർത്താനുള്ള ഏക പരിഹാരം. എന്നിട്ട് അവസാനം അതിന് താഴെ മൊസാദിനും IDFനും അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിലൂടെ രാജേഷ് ശർമ്മയ്ക്ക് ഗസയിലെ ജനങ്ങളോട് എത്രത്തോളം വിദ്വേഷവും വെറുപ്പുമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഗാസയിൽ ഇസ്രായേൽ ബോംബുകളിട്ട് അവിടുത്തെ പിഞ്ചോമന മക്കളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും അടക്കം 10,000-കണക്കിന് വരുന്ന നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുക മാത്രമല്ല ഇയാൾ ചെയ്തത്. ഗാസയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കണം, അവിടെയുള്ളവരെ മുഴുവൻ വംശഹത്യ ചെയ്യണമെന്ന് പരസ്യമായി പോസ്റ്റിട്ട മനുഷ്യത്വം മരവിച്ച മനസ്സിൻ്റെ ഉടമയായിരുന്നു ഈ മനുഷ്യൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗാസയിലെ ജനങ്ങൾ ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ അവരുടെ മേൽ വീഴുന്ന ഓരോ ബോംബിലും സന്തോഷം കണ്ടെത്തിയവർ, അവരെ കൊന്നൊടുക്കാൻ ആയുധം നൽകുന്ന അമേരിക്കയെ ലോകത്തിൻ്റെ രക്ഷകരായി കണ്ടവർ, ഇന്ന് അതേ അമേരിക്കയുടെ ആക്രമണത്താൽ തങ്ങളുടെ സ്വന്തം ചോര, സ്വന്തം മകൻ കൊല്ലപ്പെടുകയാണ്. നോക്കൂ, തൻ്റെ മകൻ്റെ ആ ഒരു വിയോഗത്തിൽ വേദനയോടുകൂടി പത്രക്കാരുടെ മുമ്പിൽ നിൽക്കുന്ന രാജേഷ് ശർമ്മയുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. आपकी तरफ से क्योंकि काफी कम का समय है, क्या बात करना चाहेंगे, आप क्या डिमांड करेंगे? मेरी एक ही डिमांड है कि मेरी बेटी का जो बॉडी है वो हमारे तक पहुंचाई जाए और मुझे उसकी जो लास्ट स्ट्रगल मोमेंट रही होगी उसके बारे में बताया जाए कि उसको रेस्क्यू हेल्प प्रोवाइड कराई गई थी या नहीं कराई गई थी, या क्या सर्कमस्टांसेस रही थी कि हमारे देश में खोए हैं और बाकियों को बचाया गया, इन तीनों को क्यों बचाया गया? ഗസയിലെ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെയും ആ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കയ്ക്കും ജയ് വിളിച്ച സംഘികളും ക്രിസംഘികളും അടക്കം ഒരുത്തനും ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് ഒരു മിണ്ടാട്ടം പോലുമില്ല. ഒരുത്തനെയും കാണാനില്ല. 3 ഇന്ത്യൻ നാവികരെ അമേരിക്ക ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും അതൊന്നും അറിഞ്ഞ മട്ടേയില്ല. ഇവിടെ ഇരുന്ന് മുസ്ലിം വിദ്വേഷം മൂത്ത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ജയ് വിളിക്കുന്നവരുടെ തലച്ചോറ് എവിടെയാണ് പണയം വെച്ചിരിക്കുന്നത്? മറ്റുള്ളവൻ്റെ രാജ്യത്ത് വംശഹത്യ നടക്കുമ്പോൾ അത് ആഘോഷമാക്കുന്നവർ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തെയാണോ നിങ്ങളുടെ അന്ധമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി നിങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്, അതേ രാജ്യത്തിൻ്റെ മണ്ണിൽ നിങ്ങളുടെ സ്വന്തം ആളുകൾക്ക് പോലും സുരക്ഷിതത്വമില്ല എന്ന വലിയ യാഥാർത്ഥ്യമാണ് ഈ ഒരു സംഭവം നമ്മോട് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊടും യാതനകളിലൂടെയാണ് ഗസയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. ആശുപത്രികൾ തകർക്കപ്പെടുന്നു, അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ബോംബുകൾ വർഷിക്കപ്പെടുന്നു, കുടിവെള്ളവും ഭക്ഷണവും മരുന്നും ഒന്നും കിട്ടാതെ അത് നിഷേധിക്കപ്പെട്ട് ഒരു ജനതയെ മുഴുവനും പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. അത്രത്തോളം കൊടും യാതനകളിലൂടെയാണ് ആ പാവം മനുഷ്യർ കടന്നു പോകുന്നത്. ഇതൊരു യുദ്ധമല്ല, നേരെ മറിച്ച് ഇതൊരു വംശഹത്യ എന്ന് ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര കോടതിയും പോലും പരോക്ഷമായി സമ്മതിച്ച കാര്യമാണ്. ഈ നിരപരാധികളായ പാവം ഗസയിലെ മനുഷ്യരെ വംശഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും
ഇത് വലിയൊരു പാഠമാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിദ്വേഷം കൊണ്ട് നടക്കുമ്പോൾ, മറ്റുള്ളവരുടെ നാശത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ, ആ വിദ്വേഷത്തിൻ്റെ തീജ്വാലകൾ നിങ്ങളുടെ സ്വന്തം വീട്ടുപടിക്കലും എത്തുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മാത്രമേ നമുക്ക് തിരികെ ലഭിക്കൂ. അത് സ്നേഹമാണെങ്കിൽ സ്നേഹം, വിദ്വേഷമാണെങ്കിൽ വിദ്വേഷം. ഇസ്രായേലും അമേരിക്കയും കാണിക്കുന്ന ക്രൂരതകളെ മരത്തിൻ്റെ കണ്ണിലൂടെ നോക്കി പിന്തുണയ്ക്കുന്നവർ സ്വന്തം നാടിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അന്തസ്സാണ് കളങ്കപ്പെടുത്തുന്നത്. രാജേഷ് ശർമ്മ തൻ്റെ മകൻ്റെ വേർപാടിൽ ഇന്ന് വേദനയോടുകൂടി കരയുമ്പോൾ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് വരുന്ന എത്രയോ ഉപ്പമാർ ഇസ്രായേൽ സൈനിസ്റ്റുകളുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളുടെ ആ വിയോഗത്തിൽ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടാകും. അവരും മനുഷ്യരാണ്, രക്തവും മാംസവുമുള്ള പച്ചയായ മനുഷ്യർ. നമുക്ക് വേണ്ടത് വിദ്വേഷമല്ല, മനുഷ്യത്വമാണ്. ഫലസ്തീനിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും നിരപരാധികളായ മനുഷ്യരുടെ ചോര വീഴരുത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഫലസ്തീൻ വിഷയം എന്നത് മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിലുള്ള ഒരു യുദ്ധമൊക്കെ എന്നാണ്. അല്ല, അത് വലിയ തെറ്റായ ധാരണയാണ്. അതൊരു അധിനിവേശത്തിൻ്റെ, മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പ്രശ്നമാണ്. ഗാസയിൽ കൊല്ലപ്പെടുന്നവരിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഫലസ്തീനിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും വലിയ തോതിൽ ജീവഹാനിയും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാതെ പോകരുത്. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീനികളിൽ ഒരു ചെറിയ ശതമാനം ആളുകൾ ക്രിസ്തുമത വിശ്വാസികളായ ആളുകളാണ്. പ്രധാനമായും ഗ്രീക്ക് ഓർത്തഡോക്സ് കാത്തലിക് സഭകളിൽപ്പെട്ടവരാണ്. ഈ യുദ്ധത്തിൽ ഫലസ്തീനിലെ മുസ്ലിമുകളെ പോലെ തന്നെ ക്രിസ്ത്യാനികളും ഇസ്രായേലിൻ്റെ ബോംബാക്രമണങ്ങൾക്കും സൈനിക നടപടികൾക്കുമൊക്കെ അവർ ഇരയാകുന്നുണ്ട്. അവിടെയുള്ള പുരാതനമായ ചർച്ചുകൾ തകർക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികളും അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. മനുഷ്യത്വമുള്ള ആർക്കും ഈ ചോരക്കളി കണ്ട് കൈയടിക്കാൻ സാധിക്കില്ല. രാജേഷ് ശർമ്മയെ പോലെയുള്ളവർ ഇതിനെ മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കണ്ടതുകൊണ്ടാണ് ഗസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി കഴിയുന്നത്. അവർ വിചാരിച്ചത് വിദേശത്തിരിക്കുന്ന തങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ് എന്നാണ്. എന്നാൽ ഓർക്കേണ്ടതുണ്ട്, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം നിങ്ങൾ വളർത്തിയെടുത്താൽ അതിൻ്റെ തീജ്വാലകൾ ഒരു നാൾ നിങ്ങളുടെ സ്വന്തം വീട്ടുപടിക്കലുമെത്തും. ഫലസ്തീനിലെ ഉമ്മമാരുടെ ശാപവും കണ്ണീരും വെറുതെയാകില്ല എന്ന് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, അമേരിക്കയിലെ ഒരു ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമാ നടൻ ഇതുപോലെ അന്ന് ഗസയിലെ ജനങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഒരു വെടിനിർത്തലും വേണ്ട, ഒരു സമാധാന ചർച്ചയും വേണ്ട, ഒരു കോംപ്രമൈസും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ നരാധമൻ അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്: കിൽ ദം ഓൾ, എല്ലാറ്റിനെയും കൊന്നുകളയുക. പിന്നീട് ആ പോസ്റ്റിട്ട മനസ്സിൽ ഒരൊറ്റ മനുഷ്യത്വം പോലും ഇല്ലാത്ത മുസ്ലിം വിരുദ്ധരുടെ തലയ്ക്ക് പിടിച്ച ആ ജെയിംസ് വുഡ്സ് തലയിൽ കൈവച്ച് വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇസ്രായേൽ സൈനിസ്റ്റുകൾ നിരപരാധികളായ ഗസയിലെ മനുഷ്യരുടെ വീടുകൾ ബോംബാക്രമണത്തിൽ തീഗോളമായി തരിപ്പണമാക്കുന്നത് കണ്ട് അത് ആസ്വദിച്ച ജെയിംസ് വുഡ്സിൻ്റെ വീട് ലോസ് ഏഞ്ചൽസിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി അമരുന്നത് അന്ന് വേദനയോടുകൂടി, നിസ്സഹായാവസ്ഥയോടുകൂടി അന്ന് ജെയിംസ് വുഡ്സിന് കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ. അതുകൊണ്ട് അഹങ്കാരമരുത്. മരണം മറ്റുള്ളവരെ മാത്രമല്ല തേടി വരിക, തന്നെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഒരു നാൾ മരണം തേടിയെത്തുമെന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടതുണ്ട്. അല്പായുസ് മാത്രമുള്ള ഈ ഭൂമി ലോകത്ത് എന്തിനാണ് മനസ്സിൽ ഇത്രയധികം വിദ്വേഷവും വൈരാഗ്യവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സെക്കൻഡ് മതി, ഒരൊറ്റ നിമിഷം മതി നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതെയാകാൻ. ഒരു പ്രകൃതി ദുരന്തമോ ഒരു ഭൂമികുലുക്കമോ മതി ഇത്രയും വർഷക്കാലം കെട്ടിപ്പടുത്തുയർത്തിയ മണിമാളികകളും കോട്ടകളുമൊക്കെ തകർന്ന് തരിപ്പണമായി മാറാൻ. അതുകൊണ്ട് വൈരാഗ്യം മറന്ന്, വിദ്വേഷം മറന്ന് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക.